ഹായ്, എല്ലാവർക്കും ഹിയർ ദ നോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക്കിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്രിമ നാരുകൾ, പ്ലാസ്റ്റിക് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് പോളിമർ കെമിസ്ട്രി. കൃത്രിമ നാരുകൾ, പ്ലാസ്റ്റിക് എന്നിവയൊക്കെ കുറിച്ചുള്ള പഠനമാണ് പോളിമർ കെമിസ്ട്രി. പ്ലാസ്റ്റിക് ഒരു പോളിമറാണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ് എന്നറിഞ്ഞിരിക്കുക. ബേക്കലൈറ്റ് കണ്ടുപിടിച്ചത് ബെൽജിയംകാരനായ ലിയോ ബേക്കലന്റ്. സ്വിച്ച്, വൈദ്യുതോപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് എന്നറിഞ്ഞിരിക്കുക. ബേക്കലൈറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ് ഫിനോളും ഫോർമാൽഡിഹൈഡും. ബേക്കലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകൾ ഏത് എന്ന് ചോദിച്ചാലും ഓർത്തിരിക്കുക, ഫിനോളും ഫോർമാൽഡിഹൈഡുമാണ്. ചൂടാക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റത്തിനനുസരിച്ച് പ്ലാസ്റ്റിക്കിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും തെർമോപ്ലാസ്റ്റിക്കുകളും. ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോപ്ലാസ്റ്റിക്. ഒന്നുകൂടെ പറയാം: ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോപ്ലാസ്റ്റിക്. ബേക്കലൈറ്റ്, പോളിയസ്റ്റർ എന്നിവ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ്. പോളി എത്തിലീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, നൈലോൺ എന്നിവ തെർമോപ്ലാസ്റ്റിക്കുകളാണ്. വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. എന്നാൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല എന്നും അറിഞ്ഞിരിക്കുക. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകം ഏത് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, ഡയോക്സിൻ. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകം ഡയോക്സിൻ. ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് പോളിത്തീൻ. വസ്തുക്കൾ പൊതിയുന്നതിനും മറ്റുമായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് പോളിത്തീൻ എന്ന് അറിഞ്ഞിരിക്കുക. ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് പോളിത്തീൻ, പോളിയെത്തിലീൻ എന്നും അറിയപ്പെടുന്നു. ഇൻസുലേറ്റർ, പൈപ്പ്, പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിയെത്തിലീൻ ആണ്. ഇൻസുലേറ്റർ, പൈപ്പ്, പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എന്നിവയൊക്കെ പോളിയെത്തിലീൻ അല്ലെങ്കിൽ പോളിത്തീൻ വെച്ച് നിർമ്മിക്കുന്നു. പോളി എത്തിലീനിൽ അടങ്ങിയിരിക്കുന്ന മോണോമറാണ് എത്തിലീൻ. പോളിവിനൈൽ ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന മോണോമർ വിനൈൽ ക്ലോറൈഡ്. നൈലോണിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകളാണ് അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലീൻ ഡയമീനും. പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ പറയാം: പോളി എത്തിലീനിൽ അടങ്ങിയിരിക്കുന്ന മോണോമർ എത്തിലീൻ, പോളിവിനൈൽ ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന മോണോമർ വിനൈൽ ക്ലോറൈഡ്, നൈലോണിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകളാണ് അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലീൻ ഡയമീനും. പൈപ്പ്, ഹെൽമറ്റ്, റെയിൻകോട്ടുകൾ, രാസപ്രക്രിയ നടക്കുന്ന ടാങ്കുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് പോളിവിനൈൽ ക്ലോറൈഡ്. പൈപ്പ്, ഹെൽമറ്റ്, റെയിൻകോട്ടുകൾ, രാസപ്രക്രിയ നടക്കുന്ന ടാങ്കുകൾ എന്നിവ പോളിവിനൈൽ ക്ലോറൈഡ് എന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. മത്സ്യബന്ധന വലകൾ, പാരച്യൂട്ടുകൾ, തുണിത്തരങ്ങൾ, ചരടുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തിളക്കമുള്ള പ്ലാസ്റ്റിക്കാണ് നൈലോൺ. മത്സ്യബന്ധന വലകൾ, പാരച്യൂട്ടുകൾ, തുണിത്തരങ്ങൾ, ചരടുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തിളക്കമുള്ള പ്ലാസ്റ്റിക്കാണ് നൈലോൺ. കൃത്രിമമായി ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, ടെഫ്ലോൺ. കൃത്രിമമായി ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ടെഫ്ലോൺ എന്ന് അറിഞ്ഞിരിക്കുക. നോൺ സ്റ്റിക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കും ടെഫ്ലോൺ ആണ്. കൃത്രിമമായി ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ നോൺ സ്റ്റിക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്നതും ടെഫ്ലോൺ ആണ്. പശയുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് യൂറിയ ഫോർമാൽഡിഹൈഡ്. പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കാണ് ഗാലാലിത്ത്.
പാൽ ഉപയോഗിച്ചുണ്ടാകുന്ന പ്ലാസ്റ്റിക് ആണ് ഗാലാലിത്ത് എന്ന് അറിഞ്ഞിരിക്കുക. ബട്ടൺ, ചീപ്പ് മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കും ഗാലാലിത്താണ്. അത് പാൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ഗാലാലിത്ത്. കൃത്രിമ പല്ലുകൾ, ലെൻസുകൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അക്രൈലേറ്റ് പ്ലാസ്റ്റിക്. കൃത്രിമ പല്ലുകൾ, ലെൻസുകൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് അക്രൈലേറ്റ് പ്ലാസ്റ്റിക്. ഗൃഹോപകരണങ്ങൾ, വാഹനങ്ങളുടെ ബോഡി, വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് പോളിയസ്റ്റർ എന്ന് അറിഞ്ഞിരിക്കുക. ഗൃഹോപകരണങ്ങൾ, വാഹനങ്ങളുടെ ബോഡി, വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് പോളിയസ്റ്റർ. വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് ആണ് പ്ലെക്സി ഗ്ലാസ്. വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് ആണ് പ്ലെക്സി ഗ്ലാസ് എന്ന് അറിഞ്ഞിരിക്കുക. വീര്യം കൂടിയ ആസിഡുകൾ സൂക്ഷിക്കാനുള്ള സംഭരണികൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ. വീര്യം കൂടിയ ആസിഡുകൾ സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ സൂക്ഷിക്കാനുള്ള സംഭരണികൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ ആണ്. പൂർണ്ണമായും പ്ലാസ്റ്റിക്കിലുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കിയ ആദ്യ രാജ്യം ഓസ്ട്രേലിയയാണ്. പൂർണ്ണമായും പ്ലാസ്റ്റിക്കിലുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കിയ ആദ്യ രാജ്യം ഓസ്ട്രേലിയ. സ്വിച്ച്, വൈദ്യുതോപകരണങ്ങൾ, സോപ്പ് പെട്ടി എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. സ്വിച്ച്, വൈദ്യുതോപകരണങ്ങൾ, സോപ്പ് പെട്ടി എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. ഇത്രയുമാണ് പ്ലാസ്റ്റിക്കിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ക്ലാസ്സുകൾ ആവർത്തിച്ച് കേട്ട് പഠിക്കുക. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ പുതിയ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ.